ചരിത്രപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബസിലിക്കയിൽ ഈ വർഷത്തെ പെന്തക്കോസ്ത് തിരുനാളിന് ജാൻസി രൂപതാ ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ പീറ്റർ പറപ്പള്ളി കൊടിയേറ്റിയതോടെ തുടക്കമായി. ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാകയെ കനിഞ്ഞ് ആശീർവദിക്കണമേ. ഈ പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ. പുണ്യചരിതമായ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദാനങ്ങൾ തന്നുകൊണ്ട് നമ്മളെ പുഷ്ടരാക്കുകയും നമുക്ക് ബലവത്തായി വിശ്വാസത്തിലൂടെ വളരുവാനുള്ള കൃപയും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. തുടർന്നുള്ള ദിവ്യബലിയിൽ അദ്ദേഹം മുഖ്യ കാർമ്മികനായിരുന്നു. ഫാദർ സിജൻ മണുവേലിപ്പറമ്പിൽ പ്രസംഗിച്ചു. പോർച്ചുഗീസ് മിഷണറിമാരാൽ AD 1524 വിമോചകനാഥയുടെ തിരുച്ചിത്രം സ്ഥാപിച്ചതും പിൽക്കാലത്ത് പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ നാമത്തിൽ പ്രശസ്തി ആർജിച്ചതുമായ വല്ലാർപാടം ബസിലിക്ക പരിശുദ്ധ അരൂപിയുടെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ ഏക ദേവാലയമാണ്. പരിശുദ്ധ അരൂപിയുടെ 502ാമത് തിരുനാളിനാണ് ആരംഭമായിരിക്കുന്നത്. 6 നാൾ നീണ്ടുനിൽക്കുന്ന തിരുനാളാഘോഷങ്ങൾ 24-ന് സമാപിക്കും. തിരുനാൾ ദിനങ്ങളിലെ തിരുക്കർമ്മങ്ങളിൽ വരാപ്പുഴ അതിരൂപത ചാൻസലർ ഫാദർ എബ്ജിൻ അറക്കൽ, ഫാദർ സെൽവൻ ലാസർ, ഫാദർ പോൾസൺ സിമേന്തി, വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ചോർ മാത്യു ലഞ്ഞിമറ്റം എന്നിവർ മുഖ്യ കാർമ്മികരായിരിക്കും. തിരുനാൾ സമാപന ദിനത്തിലെ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോസ് തോമസ് പ്രസംഗിക്കും. മെയ് 31-ന് 8ാം തിരുനാളിന്റെ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ചോർ മാത്യു കല്ലിങ്കൽ മുഖ്യ കാർമ്മികനായിരിക്കും. ഫാദർ സെബി വിക്ടർ പ്രസംഗിക്കും. 50 പേരടങ്ങുന്ന പ്രസൂതേന്തി കൂട്ടായ്മയാണ് ഇത്തവണ തിരുനാളാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്.